ഹലോ ആൻഡ് വെൽക്കം ബാക്ക് JD വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇനിയിപ്പോൾ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുന്നതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്വന്തം ഹെയ്തി സാദിയ. അപ്പോൾ ഹെയ്തിയും ഞാനും തമ്മിൽ ഒരു പ്രസ് ക്ലബ്ബ് പരിചയമാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് പ്രസ് ക്ലബ്ബിൽ ജേർണലിസം ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ചല്ല, ഒരു 2 മാസം മുമ്പേ ഹെയ്തി ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. അതിനുശേഷം 2 മാസം കഴിഞ്ഞ ശേഷം ഞാനും വീണ്ടും ആ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. പിന്നെ ഹെയ്തി ഇറങ്ങി, ഞാനും ഇറങ്ങി. സോ അതിന്റെ കാരണങ്ങളൊന്നും ഇപ്പൊ തൽക്കാലം പറയുന്നില്ല. അതൊക്കെ ഹെയ്തി പലപ്പോഴും പറയുന്നുണ്ടാവും. തൽക്കാലം ഞാൻ അതിനെ പറ്റി സംസാരിക്കുന്നില്ല. എനിക്ക് അത് സംസാരിക്കാൻ താല്പര്യമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോ ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു ഇന്റർവ്യൂ ആണോ? ചെറിയൊരു ഇന്റർവ്യൂ കം ഫുഡ് റിവ്യൂ ആണ്. നമ്മളിപ്പോ ഉള്ളത് ഓവൻലി എന്ന് പറഞ്ഞിട്ടുള്ള ഓവൻലി ബൈ ഹേമ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ്. അവരുടെ എന്താ പറയാ ഒരു അടിപൊളി ഫുഡ് കഴിക്കുന്ന സ്ഥലത്താണ്. ഇവിടെ എന്തൊക്കെയോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാൻ അങ്ങ് പോകണം. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തരാം കേട്ടോ. എല്ലാം ഉണ്ടാവും, വിശദമെല്ലാം നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോ ഹെയ്തി പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ കൊറോണ കാലം? അത് തന്നെ തുടങ്ങാം. കൊറോണ കാലം ഭയങ്കര ജീവിതത്തെ പഠിപ്പിച്ചു കേട്ടോ. എങ്ങനെ നമ്മളത് കൊറോണ കാലം ഇത്രയും കാലം തള്ളി നീക്കി എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യനാണ്. കാരണം ഒരുപാട് പ്രോജക്ട്സ് വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ കൊറോണ വരുന്നത്. അങ്ങനെ അത് ആ പ്രോജക്ട്സ് ഒക്കെ അവിടെ ബ്രേക്ക് ആയി. നമ്മുടെ പ്ലാൻസ് ഒക്കെ അങ്ങ് നിന്ന് പോയി. ഓൾറെഡി ചെയ്തിരുന്ന സംഭവങ്ങളൊക്കെ അവ നിർത്തി വെക്കുകയും ചെയ്ത്. അപ്പം എങ്ങനെയെന്നുള്ള ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കിൽ നമ്മൾ അതിജീവിച്ചു. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പം എൻ്റെ അമ്മയുടെ ആണെങ്കിലും ഫാമിലിയിൽപ്പെട്ട ഒരുപാട് അതർമിൻ്റെ ആണെങ്കിലും ഒരുപാട് പേരുടെ ഈ SRSുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നടന്നുപോയി. അതായത് സർജറിയുടെ കുറെ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ അതിന്റെ ഒരു റെസ്റ്റ് എടുക്കാനുള്ള സമയവും കാര്യങ്ങളൊക്കെ കിട്ടി. കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. കുറെ കാര്യങ്ങൾ കൊറോണ കാലത്ത് പഠിച്ചുകൊണ്ട് വരുന്നു. അപ്പോ പെട്ടിലായി പോയ സിനിമകൾ ഏതൊക്കെയാണ്? പെട്ടിയിലായ സിനിമയിൽ ഒന്നിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡയറക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ച് അങ്ങനെ എഴുതി ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതാണ് കേട്ടോ, എപ്പോഴും വിളിക്കും. ഇനി ഞാൻ ഇപ്പൊ കുറച്ചായിട്ട് എടുക്കാറില്ല അങ്ങനെ. ബാക്കിയുള്ള പ്രോജക്ട്സ് ഒക്കെ പറഞ്ഞല്ലോ പെൻഡിങ്ങിലായി. ഇനി ഓഫ്കോഴ്സ് അത് തന്നെയാണ് ഇൻട്രസ്റ്റ്. അപ്പൊ അതിലേക്ക് നല്ല നല്ല പ്രോജക്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ ഹെയ്തിയെ പറ്റിയിട്ട് ഏറ്റവും പുതുതായിട്ട് കേട്ടൊരു വാർത്ത, ഹെയ്തി ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ ജോലിക്ക് പോകുന്ന ഒരു വാർത്ത ഞാൻ കേട്ടു. ഗോസിപ്പ് അല്ല, എന്നാലും അറിയാം, നല്ല സോഴ്സിൽ നിന്ന് കേട്ട വാർത്തയാണ്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? നല്ല കാര്യം അറിയാൻ പറ്റിയതിന് ഞാനും അറിഞ്ഞതിന് ഒരുപാട് സന്തോഷം. ഞാൻ കുറച്ച് പ്ലാൻസ് ഒക്കെ മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും മീഡിയയിലേക്ക് ജേർണലിസ്റ്റ് ആയിട്ട് ഒരു ചാനലിൽ വർക്ക് ചെയ്യാൻ ഇപ്പൊ ഞാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. ഇനി അങ്ങനെ ഒരു ഓഫർ വരുവാണ്. ഒരുപാട് ചാനൽസ് വിളിക്കുന്നുണ്ട്. ഒരു ഓഫർ വരുവാണെങ്കിൽ ഞാൻ ഒരു 3 പ്രാവശ്യം ചിന്തിച്ചിട്ട് മിക്കവാറും നോ ആയിരിക്കും. ബിക്കോസ് അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഇനിയുള്ള ഒരു റൈറ്റ് പ്ലാറ്റ്ഫോമിൽ പറയാം. ബിക്കോസ് ഒരു വലിയൊരു ബിഗ് പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട്. അവിടെ ഞാനതൊക്കെ പറയുന്നതായിരിക്കും. ഇല്ല, ഇപ്പൊ പറ്റില്ല. പക്ഷെ ഇപ്പൊ ജോലി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ജോലി നല്ല ജോലിയാണ്. കോർപ്പറേറ്റ് ജോബ്. എന്റെ ബ്രദർ വിഹാൻ ചേട്ടൻ കോർപ്പറേറ്റ് ജോബാണ്, ഗോൾഡ്മാൻ സാഷസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ എനിക്ക് അതുപോലത്തെ ജോബാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. ഫോർച്ചുനേറ്റ്ലി അത് കിട്ടിയപ്പോ ഒരുപാട് സന്തോഷം. അതാണ് ഏറ്റവും പുതിയ വിശേഷം. അതാണ് ഇപ്പൊ പുതിയ വിശേഷം. അപ്പൊ അതിന്റെ രാവിലെ 10 to 12 ഓൺലൈൻ സെഗ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്കൊക്കെ പോകേണ്ടിയിരുന്നത്. 2021 വരുന്നു. എന്തൊക്കെയാണ് പുതിയ പ്ലാൻസ്? എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ? 2020 ഞാൻ ഭയങ്കര പ്ലാനിങ് ഒക്കെ പറഞ്ഞതാണ്. 2021 ഒരു പ്ലാനും ഇല്ല. 2021 എന്താ പറയാ, നമ്മുടെ ഈ ലോകം തന്നെ ഒന്ന് റിഫ്രഷ് ആവുമായിരിക്കും ഒരു പക്ഷെ. വേറെ ഒരു പാൻഡമിക്കിലൂടെയാണ് പോയത്. അപ്പോ നമ്മുടെ ലോകം ഒന്നും കൂടെ പഴയ രൂപത്തിലേക്ക്, സന്തോഷത്തിലേക്കൊക്കെ പോവുക. ഇപ്പൊ എല്ലാവരും ഫിനാൻഷ്യൽ എക്കണോമിക് ക്രൈസിസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം മാർക്കറ്റ് ഡള്ളാവുന്നു. മൊത്തത്തില് പ്രശ്നമുണ്ട്. അപ്പൊ അതിനൊക്കെ എല്ലാവരും കരകയറി അവരവരുടെ. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മളിപ്പം സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും വൈറ്റ് കോളർ ജോബുള്ളവരൊക്കെ തന്നെ വേറെ തൊഴിൽ കണ്ടുപിടിക്കാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ എനിക്കൊന്ന് വലിയൊരു മാറ്റം വരാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ സ്ഥിരം സ്റ്റാൻഡേർഡ് ഒന്ന് മാറിക്കൊണ്ട് കുറച്ചും കൂടെ എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാം. ജോലി ഒരു മാൻഡേറ്ററി ആണെന്ന് പറയുന്ന പോലെ തന്നെ എന്തും ചെയ്യാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അദർവിനെ പറ്റി പറയും. ഞാൻ അത് ചോദിച്ചില്ലെങ്കിൽ നന്നായിട്ടിരിക്കുന്നു, സമാധാനമായിട്ടിരിക്കുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു. ഇങ്ങനെയൊക്കെ അദർവിന്റെ പ്ലാൻ അദർവിനൊരു തട്ടുകാട് തുടങ്ങുക എന്നുള്ളതാണ്. അദർവിന് ഈ വൈറ്റ് കോളർ ജോബിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. അദർവിന്
തട്ടുകട നടത്തി സക്സസ്ഫുൾ ആവുക, നന്നായിട്ട് കുക്ക് ചെയ്യും, ആ. കിട്ടിലും കുക്കാണ്. നീ ഒരു ദിവസം വീട്ടിൽ വന്ന് അത് വ്ളോഗ് ചെയ്യണം. വീഡിയോസിൽ ഏറ്റവും കൂടുതൽ കിച്ചണിൽ കാണുന്നത് അതർവിനെയാണ്. അതർവ് സൂപ്പറായിട്ട് കുക്ക് ചെയ്യും. അതിന്റെ അടുക്കള ഭരണം അല്ല, അടുക്കള ഭരണൊക്കെ നമ്മള് Common. ഡെയിലി ഫുഡൊക്കെ നമ്മള് അങ്ങനെ ഒരു ഒപ്റ്റിക്കൽസ് ആണ്. ഓക്കെ. ഫുഡ് ഉണ്ടാക്കുമ്പോൾ കറികൾക്ക് അവന് നല്ല ടേസ്റ്റ് വേണം. അപ്പം ഒരു കുട്ടനാടൻ ടേസ്റ്റ്, ആ ഒരു ആലപ്പുഴ ടേസ്റ്റ് അവന് മസ്റ്റാണ്, മീൻ കറികൾക്കൊക്കെ എസ്പെഷ്യലി. അങ്ങനെ അതർവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല, അപ്പൊ തട്ടുകട തുടങ്ങണം എന്നാണ് ആ, അതിന്റെ yes. ആഗ്രഹം. എന്തൊക്കെയാണ് സ്പെഷ്യൽ എല്ലാം തീരുമാനിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാവും. നമുക്കിതൊന്ന് ട്രൈ അത് തന്നെ ആദ്യം കുറച്ചു നേരമായി ഞങ്ങള് 2 സാധനം ഓർഡർ ചെയ്തിരുന്നു. ഇത് ചിക്കൻ സമൂസ, ചിക്കൻ സമൂസ, And this is chicken cutlet And by this is Ovenly Ovenly. ഹേമ. അപ്പൊ ഞാൻ ആദ്യം കട്ട്ലറ്റ് എന്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് പന്തിയോളം അതിന്റെ ഇടയ്ക്ക് എന്തോ ഡയറ്റ് ഒക്കെ അല്ലായിരുന്നു? അതെന്താ? കീറ്റോ ഡയറ്റ് ഒന്നും ആരും എടുക്കല്ലേ, ഇതിന്റെ പണി കിട്ടി. എന്നോട് ആരോ പറഞ്ഞിരുന്നു ഹെയ്തിയെ കണ്ടിട്ട് കീറ്റോറായിട്ട് എടുത്തിരുന്നു, പക്ഷെ ശരിയായില്ല എന്നൊക്കെ എന്നോട് ആരോ പറഞ്ഞിരുന്നു. കീറ്റോ ഡയറ്റ് ഞാൻ എടുത്ത് 30 കിലോ കുറച്ചു, 25 കിലോ കുറച്ചു, 20 കിലോ കുറച്ചു കല്യാണത്തിന്റെ സമയത്ത്. പെട്ടെന്ന് ഈ ലോക്ക്ഡൌൺ വന്നപ്പോ നമ്മുടെ ഫുഡ് റുട്ടീൻ മാറി, ലേസിനെസ് ഒക്കെ ആയി, പിന്നെ തീറ്റ കുറച്ച് കൂടിയപ്പോ കേറിയതിന്റെ 10 എക്സ്ട്രാ കയറി, 30 തിരിച്ചു കയറി. സോ ട്രൈ ചെയ്യണം. കട്ട്ലറ്റ്, ചിക്കൻ കട്ട്ലറ്റ്. അപ്പോൾ ഞാൻ ചിക്കൻ സമൂസ കൊള്ളാം, അടിപൊളി, സൂപ്പർ. കട്ട്ലറ്റ് ഫ്രൈ നോക്കൂ. സമൂസ നീ പകുതി മുക്കാൽ നീ കഴിക്കണം കേട്ടോ ഇതിന്റെ, ആണോ? കാരണം എനിക്ക് വേറെ സംഭവം കൂടെ ഓർഡർ ചെയ്ത് കഴിക്കണമല്ലോ. ഓക്കെ. Gap വേണ്ടേ? നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് റിവ്യൂ ആണല്ലോ. അപ്പോൾ ഞാൻ ഇതിനെ പറ്റി പറയാം. സാറിന് എല്ലാവരും പറയാറുണ്ട് ചിക്കൻ പപ്സിനകത്ത് ചിക്കൻ ഉണ്ടോ ചേട്ടാ എന്നൊരു തമാശയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇതിനകത്ത് ഫുൾ ചിക്കൻ ആണ് കേട്ടോ. പ്ലസ് ഇതിനകത്തൊരു എനിക്ക് തോന്നിയത് സവാളയുണ്ട്, നല്ല മുളക്, അത് രണ്ടുമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ സാധാരണ മറ്റേ കിഴങ്ങിട്ട് നിറച്ച് വരുന്ന ഒരു ചിക്കൻ സമൂസയല്ല, നല്ല ഒറിജിനൽ ചിക്കൻ സമൂസ. നൈസ്. ഞാൻ അയച്ചോളാം, കുഴപ്പമില്ല. കട്ട്ലറ്റ് നോക്കൂ. കട്ട്ലറ്റ് കഴിക്കുന്നത് അതേപോലെ തന്നെ സോസ് വേണ്ട. നല്ല സ്മൂത്ത് ആണ് കേട്ടോ. നല്ല ഇതിലും കട്ട്ലറ്റിനും ഓവർ ഇതൊന്നുമില്ല. ഓവർ മറ്റേ എന്താ പറയുക, കിഴങ്ങിന്റെ സാധനം നമ്മൾ കട്ട്ലറ്റ് കഴിക്കുമ്പോൾ കിഴങ്ങിന്റെ ഒരു അതിപ്രസരം എന്നൊക്കെ പറയാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ ഐ തിങ്ക് ഇത് അങ്ങനെയില്ല. എന്തായാലും നമുക്ക് സോസും കൂടെ ട്രൈ ചെയ്യാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. പിന്നെ ഫുഡ് ഡേ ഞങ്ങളുടെ ഫുഡ് ഡേ കാണുന്നുണ്ട് ജെ ഡി വ്ളോഗ്സ് കാണാറുണ്ട്. ഗ്രൂപ്പിൽ എന്തായാലും വരുമല്ലോ, സ്വാഭാവികം. അപ്പൊ അടുത്ത ഫുഡ് വന്നിട്ടുണ്ട്. ഓക്കെ. ഇത് ഇവിടുത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കറിയാണ്. സ്പെഷ്യലാണ് അപ്പം ആൻഡ് ചിക്കൻ സ്റ്റ്യൂ. നല്ല പൂ പോലുള്ള അപ്പമാണ് കേട്ടോ കേട്ടോ. അപ്പം ആൻഡ് ചിക്കൻ സ്റ്റ്യൂ ഇവിടുത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതൊക്കെ ഈ അപ്പവും ഈ സ്റ്റൂ ആണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നത് കേട്ടോ. ഞാൻ ഇത് കഴിക്കാൻ വേണ്ടി ഇന്നലെ മുതലേ കൊതി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവിടെ പോകുന്നു, ഇത് കഴിക്കുന്നു. സോ രാവിലെ തൊട്ട് കഴിക്കാതെ വന്നതാണ്. വീണ്ടും വിശേഷങ്ങൾ വിശേഷങ്ങളിലേക്ക് തന്നെ പോവാം. അപ്പോൾ 2018 നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു, ഫസ്റ്റ് ക്ലബിൽ പഠിക്കുന്നു. അതിനുശേഷം ജോലി, അതിൻ്റെ ഇടയ്ക്ക് ഒരു കല്യാണം, അങ്ങനെ സംഭവബഹുലമായ 2 ഇയർ ആയിരുന്നു. സോ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു നിമിഷം ലാസ്റ്റ് ഇയർ ആയിട്ടില്ല, ഇല്ല ഇയർ കഴിഞ്ഞിട്ടില്ല, എന്നാലും പറയാൻ പറ്റുന്ന ഏതായിരിക്കും? ഓഫ് കോഴ്സ് കല്യാണം തന്നെ. ഏറ്റവും വിഷമം തോന്നി കുറെ മൊമെന്റ്സ് ഉണ്ടാവും. വിഷമം തോന്നിയ കുറെ മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ കുറെ സൈബർ അറ്റാക്ക് ഒക്കെ നേരിട്ടൊരു വർഷമായിരുന്നു. അതുകൊണ്ട് കുറച്ച് സൈബർ ഇടങ്ങളിൽ കുറച്ചും കൂടി സൂക്ഷിക്കാം എന്നാണോ? ഞാൻ പഠിച്ചു. നമ്മള് പക്ഷെ അങ്ങനെ ഒന്നും ഒതുങ്ങുന്ന ആളല്ലല്ലോ ഹെയ്തി, എന്ത് പറ്റി? അല്ല, നമ്മള് സാഹചര്യമാണല്ലോ മനുഷ്യനെ മനസ്സിലാക്കുന്നത്. സോ അപ്പൊ സൈബർ അറ്റാക്ക് വന്നപ്പം എന്തായിരുന്നു ഹസ്ബൻഡിന്റെ ഒരു
അല്ല, സൈബർ അറ്റാക്ക് എന്ന് പറയുമ്പോഴേ നമ്മള് ചില വ്ളോഗ്സിനകത്ത് വരുന്ന കമന്റ്സ് വരെ വളരെ അബ്യൂസീവ് ആണ്, വളരെ ഒഫൻസീവ് ആണ്. നമ്മളെ വീട്ടുകാരോട് കാര്യമാണ് നമ്മുടെ വീട്ടുകാരെ പറയാ, നമ്മളുടെ കൂടെ നിൽക്കുന്നവരുടെ പാസ്റ്റ് പറയാ, അല്ലെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റിപ്പെട്ട നമ്മളുമായി ബന്ധമില്ലാത്ത ആൾക്കാരെയൊക്കെ വളരെ മോശമായി സംസാരിക്കുക. അതൊക്കെ ഈ ബുള്ളിങ് തന്നെയാണല്ലോ. അപ്പം അങ്ങനെ ഈ ഓരോരുത്തരുടെ കമന്റ്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ പിന്നെ ഒന്നിനും പോവാ, അപ്പൊ അതാണ് സൈബർ രംഗത്തെ ആക്രമണം നേരിടേണ്ടി വന്നു. സോ അതുകൊണ്ട് ഒരുപാട് മാറ്റം ഉണ്ടായി എന്ന് ചിന്തിക്കുന്നുണ്ടോ, അതോ ഒരു പുതിയ പാഠം തോന്നുന്നുണ്ടോ? പുതിയ പാഠം നമ്മൾ സഹിച്ചു വന്നത് വേറൊരു വെർച്വൽ വെർഷൻ. അപ്പൊ ഇനി പുതിയ ഡയറ്റിംഗ് തന്ത്രം എന്താണ്? പുതിയ ഡയറ്റിംഗ് തന്ത്രം ഒന്നുമില്ല. കഴിക്കുന്ന ഫുഡൊക്കെ കുറച്ച് വട്ടി വാരി വലിച്ചു കഴിക്കുന്ന കാരണം കുറച്ച് കഴിക്കാം. ഇപ്പൊ 4 കട്ട്ലറ്റ് തിന്നുന്ന ആളാണ്, ഇപ്പൊ 1 കട്ട്ലറ്റിൽ ഒതുക്കിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഫുഡ് കൺട്രോൾ ചെയ്യാണ്. കൺട്രോൾ അല്ല, മനുഷ്യന്മാർ സാധാരണ കഴിക്കുന്ന പോലെ കഴിക്കുക. അപ്പൊ നേരത്തെ മനുഷ്യന്മാരെ പോലെ തന്നെ ആയിരുന്നു കഴിച്ചത്. പക്ഷെ ഭയങ്കര ഫുഡ് അഡിക്റ്റ്, അതിന്റെ എക്സ്ട്രീം ലെവലായിരുന്നു. എപ്പോഴും ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോ പ്രസ് ക്ലബ്ബിൽ നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ. അപ്പൊ പ്രസ് ക്ലബ്ബിലെ ഏറ്റവും നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു? കുറെ ഉണ്ട്. ഫസ്റ്റ് മെമ്മറി തന്നെയാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയാൻ കാരണം. ഫസ്റ്റ് ഞാൻ ക്ലാസ്സിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോ ആർക്കും എന്നെ മനസ്സിലായിട്ടില്ലായിരുന്നു. അന്ന് ഹെയ്തി ഫേമസ് ആയിരുന്നു. ഞാൻ ക്ലാസ്സിൽ ഈ ഇന്റർവ്യൂവിന് വരുമ്പോഴും എൻട്രൻസ് എഴുതുമ്പോഴും എന്റെ അടുത്ത് ചിഹ്നം എഴുതിയിരുന്നു. അവൾക്ക് മനസ്സിലായിട്ട് പോലുമില്ല. ഞാനല്ല ട്രാൻസ് ആവുമ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് നമ്മുടെ ഇനോഗ്രേഷൻ സെറമണി കഴിഞ്ഞ ശേഷം എല്ലാ ക്യാമറകളും കൂടി എന്നിലേക്ക് വന്നു. ആ ഒരു പോയിന്റിൽ ബാക്കിയുള്ള പിള്ളേർക്ക് എന്തോ ഇവരുടെ അടുത്തേക്ക് പോകുന്നത് എന്നുള്ള ഒരു നോട്ടം. അത് തന്നെയാണ് ഫസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ ഒരു എനിക്ക് തോന്നിയത്. അപ്പൊ അമ്മ ഇന്നലെ വന്ന് വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ കൂടെ ഏതൊരു കവിയത്രി എങ്ങാണ്ട് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. കവിയത്രിയോ? അല്ല, ഇന്ന് ചാനലെല്ലാം നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു പെൺകൊച്ചിനെ പറ്റി പറഞ്ഞല്ലോ, ഒരു കവിയത്രിയാണ്, തൃശ്ശൂരുകാരിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞേ കവിയത്രി ഒന്നും എന്റെ കൂടെ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോഴും എഴുതി എനിക്കറിയില്ല കേട്ടോ, നമ്മൾ വയസ്സിലെ എന്താ അറിയില്ല. പിന്നാണ് നമ്മൾ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു മൊമെന്റ്. അതൊരു മൊമെന്റ്. പിന്നെ പ്രസ് ക്ലബിന്റെ മുന്നിലേക്ക് തന്നെ ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ട് ഈ വാർത്തകൾ വായിച്ചുകൊണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോഴും ഇപ്പൊ ഈ ഓൺലൈൻ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവായി നിൽക്കുന്ന എല്ലാവരും ഫോളോവേഴ്സിനും അവരുടെ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് വളരെ എന്താ പറയാ പോപ്പുലർ അല്ലാത്ത ഒരു പത്രത്തിന്റെ കട്ട് ചെയ്തുകൊണ്ട് എന്റെ ന്യൂസ് വന്ന ഒരുപാട് പേപ്പറിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പേപ്പർ അങ്ങനെ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിനെ ബിലോങ് ചെയ്തിട്ടുള്ളതാണ്. ആ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒരാൾ എന്നെ കാണാൻ വന്നു. അതുവഴി എനിക്ക് ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലേക്ക് എന്താണ് ട്രാൻസ് കമ്മ്യൂണിറ്റി എന്നുള്ള അവയർനെസ് കൊടുക്കാനും ഞങ്ങൾ അംഗീകരിക്കാൻ എന്താ പറയാ ആളുകൾക്ക് സമൂഹത്തിന് കഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു മൊമെന്റ് ആണ്. പിന്നെ നമ്മള് ട്രിപ്പ് പോകുന്നതൊക്കെ സത്യം പറഞ്ഞ നമ്മളൊക്കെ കൂടെ എന്നെ എന്താ പറയാ കൂടെ കൂട്ടുക എന്നുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റി എന്നതല്ലെങ്കിലും ട്രാൻസ് കമ്മ്യൂണിറ്റി എല്ലാവരും മാറി വരുന്നുണ്ട്. പക്ഷെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ കൂടെ നിർത്താൻ പഠിക്കുന്ന ഒരു കാലമായിരുന്നു. തീർച്ചയായും. അല്ലെ, എഴുതിയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് ട്രാൻസ്ഫർ പരിചയ ഒരു പേടി ഉണ്ടായിരുന്നു. ആക്രമിക്കുമോ, സീരിയസ്ലി അങ്ങനെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ എഴുതിയൊക്കെ പരിചയപ്പെട്ട് കഴിയുമ്പോഴും നമ്മള് പല ട്രെയിനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് എനിക്ക് അവരെ കാണുമ്പോൾ പോലും. അപ്പൊ ഞാൻ ആണല്ലേ ചെറുപ്പത്തിൽ. ഓക്കെ, അപ്പൊ ഞാനങ്ങനെ അവർക്ക് എമൗണ്ട് കൊടുക്കാറുണ്ട്. നിതയാണ് കേട്ടോ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിത വളരെ പൈസ എടുത്താൽ കൊടുക്കും. ഞാൻ നിത പറയും കൊടുക്കണമെന്ന് ചോദിക്കും. നിത പറയുന്നത് അവര് കൊടുക്കില്ല, ആരെ കൊടുക്കുന്നത്. പക്ഷെ അവരാരും ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല. ജസ്റ്റ് കിട്ടുന്ന എന്താണെന്ന് വാങ്ങിയിട്ട് പോകും. അപ്പൊ ഓരോ കൊടുക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് നിന്റെ കാര്യം ആലോചിക്കാറുണ്ട്. എഴുതി അപ്പോൾ ഷീസ് ഓക്കെ ഉണ്ട്, അവള് നന്നായിട്ട് നിൽക്കുന്നു, നല്ലതായിട്ട് പോകുന്നു. ചിലരുടെ അവസ്ഥ മാത്രം ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എങ്ങനെ തോന്നുന്നു? കമ്മ്യൂണിറ്റി ഒരുപാട് മാറിയിട്ടുണ്ടോ, അതോ ഇപ്പോഴും ആ പഴയ ലെവലിൽ തന്നെ നിൽക്കുകയാണോ? എന്തായിട്ട് തോന്നുന്നു? ഒരുപാട് മാറിയാണ് കമ്മ്യൂണിറ്റി. ഗവൺമെന്റ് മാറിയത് കൊണ്ടും നമ്മളെ ഈ സൊസൈറ്റി മാറിയത് കൊണ്ടും നമുക്ക് കുറെ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് നമുക്ക് നമ്മുടെ സ്ട്രഗിൾസും കുറെ വിഷമങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പഴയതുപോലൊരു അത് കുറവാണ്. ഞാൻ മലപ്പുറം പോയ ലാസ്റ്റ് ഒരു വ്ളോഗ് ഇട്ടിരുന്നു. മലപ്പുറം പോലത്തെ ഒരു സ്ഥലത്ത് അവിടെ മോർണിംഗില് മാർക്കറ്റിൽ പോയിട്ട് ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ
മീൻ വാങ്ങുന്നു, പച്ചക്കറി വാങ്ങുന്നു, സാധനങ്ങളൊക്കെ വാങ്ങുന്നു. അപ്പോഴൊന്നും ആരും അങ്ങനെ അത്ഭുതത്തിൽ നോക്കുന്നില്ല. എവിടെയെങ്കിലും പോയിട്ട് പ്രശ്നം തോന്നിയ സ്ഥലങ്ങൾ എവിടെയാണ്? എനിക്ക് പേഴ്സണലി അല്ല, പേഴ്സണലി എനിക്ക് അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിട്ട് മേ ബി അവരെ നോക്കുമ്പോഴും എന്നെയും നോക്കും. അപ്പൊ എന്നിലേക്കാ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ വരിക. ഞാൻ ഒറ്റക്ക് പോകുമ്പോ ഒതുങ്ങി ആരും മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ പോയി. ആരുടെങ്കിലും ഒക്കെ കൂടെ ഇപ്പൊ 2-3 പേരൊക്കെ പോകുമ്പോ നമ്മള് സന്തോഷമാവും, ഭയങ്കര സന്തോഷമായിട്ട് സമയമാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ ആരെങ്കിലും കമന്റ് അടിക്കുമ്പോഴൊക്കെ അപ്പോ റിയാക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പഴയ ഒത്തിരി പേര് കുറച്ചും കൂടെ ആളുകൾ അവരുടെ ഐഡന്റിറ്റി ഇപ്പോൾ റിവീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് സമൂഹം അംഗീകരിക്കാൻ തുടങ്ങിയ ഒരു നാളും കൂടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം കഴിഞ്ഞു പോയ കുറെ നാളുകൾ അനുഭവത്തിൽ തന്നെ കുറെ പേര് അങ്ങനെ റിവീൽ ചെയ്ത് മുന്നോട്ട് വരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഇപ്പോൾ റിവീൽ ചെയ്യാൻ അവർക്കൊരു പേടി ഇല്ലാതെ കുഴപ്പമില്ല, ഞങ്ങളെ സംരക്ഷിക്കാൻ ഒരു ഇല്ലെങ്കിൽ ഒരു ടീമുണ്ട് എന്നൊരു തോന്നൽ അവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് അഭിപ്രായം? കറക്റ്റാണ്. അതായത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റ് ഉണ്ട്. നമുക്ക് ഷെൽട്ടർ ഹോം ഉണ്ട്. ഇനീഷ്യൽ ഡേയ്സിൽ നമ്മൾ കമൗട്ടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഷെൽട്ടർ ഹോം ഉണ്ട്. അപ്പം പഠിക്കാൻ പോകും, അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് പഠിക്കാൻ പോകാം, സർജറി കഴിഞ്ഞാൽ അവിടെ വന്ന് കിടക്കാം. അങ്ങനത്തെ ഇത് ഭയങ്കര കാര്യമാണ്. വേറെ സംസ്ഥാനത്തൊന്നുമില്ല. അപ്പം നമുക്ക് ബേസിക് ആയിട്ട് ഷെൽട്ടർ ഇല്ലാത്ത സമയത്താണ് നമ്മളെ ഭയങ്കര പലരും ആ ഒരു അഭയം കൊടുക്കുന്നതിനും ഇത്തിരി ഫുഡ് കൊടുക്കുന്നതിനാണ് ചൂഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഞാനൊക്കെ ഒരുപാട് നേരിട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇപ്പത്തെ പിള്ളേർക്ക് അതിന്റെ ആവശ്യം അധികം വരുന്നില്ല. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അവരെ ചേർക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അവർക്ക് ഒരു സുരക്ഷിതത്വമുണ്ട്. അങ്ങനെയാണോ ചേർക്കുമ്പോ എന്ന് പറയുമ്പോൾ ചേർത്ത് പിടിക്കുമ്പോ നമ്മള് കൂടെ കൂട്ടുന്നു, ചേർത്ത് പിടിക്കുന്നു. വൺസ് അവർ ഇതാണെന്ന് പറയുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ കേരളത്തിലുണ്ടോ ഈ ശസ്ത്രക്രിയ നടത്തുന്ന സ്ഥലം? കേരളത്തിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. നേരത്തെ ബാംഗ്ലൂർ എന്റെയൊക്കെ ബാംഗ്ലൂരിലായിരുന്നു, അതിനുശേഷം കോയമ്പത്തൂരിലായി. മീൻസ് കേരളത്തിലുള്ള ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കൊച്ചിയില് നമ്മുടെ ഒരു പേര് കേട്ട ഹോസ്പിറ്റലില് ഇന്നും നടക്കുന്നുണ്ട്. ഒരു മാസത്തിലൊരു 5-6 നടക്കും. അപ്പോ ഹെയ്തിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങൾ എന്തൊക്കെയാണ്? അപ്പം ആൻഡ് ചിക്കൻ സ്റ്റൂ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ചിക്കൻ്റെ ഇതുണ്ടോ, നല്ലൊരു മണം ഉണ്ടല്ലേ. നല്ല മണം. സാധാരണ കുറെ സ്റ്റൂ നമ്മൾ കഴിച്ചിട്ടുണ്ട്. സ്പെഷ്യാലിറ്റി വല്ലതും എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ ആൾക്കാർ ഇവിടെ തേടി വരുന്നത്. കഴിക്കാം. ബാക്കി ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, ഏതൊക്കെയാണ്? ഇത് എന്താ ഫീൽ? അടിപൊളിയാണ്. അപ്പം ആൻഡ് സ്റ്റ്യൂ എൻ്റെ എക്കാലത്തെയും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഓക്കെ. അപ്പം ഈ സ്റ്റ്യൂ ഭയങ്കര വെറൈറ്റി ആണ്. കോളിഫ്ലവർ ഉണ്ട് ഇതിനകത്ത്, പിന്നെ തക്കാളി അല്ല, ക്യാരറ്റ്, ചിക്കന്റെ കഷ്ണങ്ങളായിട്ടല്ല, സ്റ്റ്യൂ ആയിട്ടാണ്. സാധാരണ സ്റ്റ്യൂവിനോട് എന്ത് വ്യത്യാസം? എന്താണ് ടേസ്റ്റിൽ എന്താ വ്യത്യാസം? വേറെ സ്പൈസി ആണോ? സ്പൈസി അല്ല, എന്നാൽ സാധാരണ സ്റ്റ്യൂ സ്പൈസി അല്ല. ഒരു കുരുമുളകിന്റെ അതുണ്ട് പക്ഷെ വേറെ ടേസ്റ്റ്. വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതിന് കുറച്ചും കൂടെ പെയിൻ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഹെയ്തി കഴിച്ചു. അപ്പൊ ഇനി അടുത്തത് എന്റെ അവസരമാണ്. അവനാണല്ലോ ഈ ചാനലിൽ ഇതിന്റെ റിവ്യൂ പറയേണ്ട ആള്. തീർച്ചയായും ഹെയ്തി ഗസ്റ്റ് ആണ്. ഒന്നുകൂടെ കഴിക്കും? നീ കഴിക്കണം അത്. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പൂവോലിരിക്കുന്ന അപ്പം ഒന്നുകൂടെ കാണിച്ചേ. അതിനകത്തോട്ട് ചിക്കനും സ്റ്റൂ കൂടെ ഞാൻ ഒഴിക്കാൻ പോകട്ടെ. ചിക്കൻ സ്റ്റൂ ആണാവോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് സ്റ്റൂ എന്നാ പറയുന്നത്. തൃശ്ശൂരാണോ? മലപ്പുറത്ത് ഞങ്ങൾ പോകുമ്പോൾ തൃശ്ശൂരും പറയും സ്റ്റൂ. അപ്പോൾ ഇതാണ് സംഭവം. രീതി പറഞ്ഞ പോലെ തന്നെ ചിക്കൻ്റെ പീസ് ഉണ്ട്, ഉരുളൻകിഴങ്ങുണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഒരുപാട് കുരുമുളക് ഇല്ലല്ലേ? ഇല്ല. ഒരു ആവറേജ് കുരുമുളകിന് ടേസ്റ്റ് ഉണ്ട്. കാരണം നമ്മളിങ്ങനെ സ്റ്റൂവിന് പോലെ ഇങ്ങനെ കുരുമുളക് ഇങ്ങനെ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റുള്ളത്. സോ അങ്ങനെ ഒരു ചെറിയ പീസ് അപ്പം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചിക്കൻ്റെ പോർഷൻ വെക്കുന്നുണ്ട്. ഇതാ അടിപൊളിയാണ് അല്ലേ? ശരിയാണ് കേട്ടോ. ഇത് പറഞ്ഞതുപോലെ തന്നെ സ്പൈസി അല്ല,
പക്ഷെ എന്തോ ഒരു പ്രത്യേക വേറെ ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ സ്റ്റൂ കഴിക്കുന്ന അതേ ടേസ്റ്റ് അല്ല, ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല കേട്ടോ. ശരിയാണ്. പാത്രമൊക്കെ കാലിയാക്കിയിട്ടുണ്ട്. വേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ, എല്ലാം കഴിച്ചു. സാധാരണ ഹെയ്തി കഴിക്കുന്ന അത്രയും ഭക്ഷണം കഴിച്ചില്ല. ഞാൻ സാധാരണ കഴിക്കുന്ന അത്ര കഴിച്ചില്ല, പക്ഷെ ഓക്കെ ഫോർ മീ. എന്താ കുട്ടി ടൈപ്പ് മാറിയതുകൊണ്ടാണോ? മാറിയിട്ടൊന്നുമില്ല, ഇവിടെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. സോ ദിസ് ഇസ് അവൻലി ബൈ ഹേമ എന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ്. സ്ഥലം വന്നിട്ട് നമ്മുടെ വെള്ളയമ്പലത്ത് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിന് മുമ്പ് ഒരു ചെറിയൊരു വഴി അകത്തുണ്ട്. ഈ വഴിയോട്ട് കയറി വന്നിട്ട് അവിടെ നിന്ന് കയറി വരുമ്പോ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇതാണ്. അപ്പൊ നമ്മൾ കഴിച്ചത് ചിക്കൻ സമൂസ, ചിക്കൻ കട്ട്ലേറ്റ് പ്ലസ് അപ്പവും ചിക്കൻ സ്റ്റൂ അല്ലേ. എല്ലാ ഐറ്റവും സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഫുഡ് വിശേഷം. നമുക്ക് പക്ഷേ ഇതിനകത്ത് കാണാൻ നല്ല രസമാണ് കേട്ടോ. നമുക്ക് അകത്തൂടെ ഒന്ന് പോയി നോക്കാം. ഇവിടുത്തെ ക്രിസ്മസ് സീസൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഈ പ്ലം കേക്ക് ഒക്കെ ഭയങ്കര ഫേമസ് ആണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ട്രിവാൻഡ്രം ഉള്ളവർ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ അതിൽ അവരുടെ പ്ലം കേക്ക് തിന്നാൻ പോകുന്നത്. ഞങ്ങളുടെ ന്യൂ ഷോപ്പ് കഴുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴുത്ത് ഫേസ് 3 ആയിട്ട്. അതെ, ഓവൻലിയുടെ സെക്കൻഡ് ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഇന്നലെയായിരുന്നു ഇനോഗ്രേഷൻ. എവിടെയാണ്? കഴുത്ത് ഫേസ് 3 ഗേറ്റിന്റെ അടുത്തായിട്ട്, അടുത്തിരിക്കുന്ന കോട്ടയം കിച്ചണിലേക്ക് സൈഡിലായിട്ട്. സൂപ്പർ, നന്നായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഇവിടെ നമുക്ക് അടിപൊളി പറഞ്ഞ പോലെ തന്നെ ആ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിന് സൈഡിലുള്ള വഴിയാണ്. ആ വഴി നേരെ വന്നാൽ മതി. സോ അപ്പോൾ ഇതായിരുന്നു ഹെയ്തി ആയിട്ടുള്ള എൻ്റെ വ്ളോഗ്സ്. ഇനിയും വ്ളോഗ് ചെയ്യാം അല്ലേ ഹെയ്തി? ഫുഡ് അടിക്കാൻ താല്പര്യമുള്ളപ്പോൾ എന്തായാലും ഹെയ്തി ആയിട്ട് ഇനിയും വരാം. അപ്പോൾ മറ്റേത് പറയൂ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ അടിപൊളി വ്ളോഗ്സ് ഒക്കെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. ടാറ്റാ.